ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാൻ ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ നമ്മൾ റീസെൻ്റായിട്ട് കുറേ ആയി നമ്മൾ ഒരു വീഡിയോ ഇറക്കിയിട്ട്. അപ്പോൾ ഞാനിന്ന് എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോഴാണ് മനസ്സിലേക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് കടന്നു വന്നത്. ഒരു ഷോർട്ട് വീഡിയോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാനിപ്പോൾ നിൽക്കുന്നത് 35th വീക്ക് ഓഫ് മൈ പ്രഗ്നൻസിയാണ്. സോ അത് എങ്ങനെയായിരിക്കും ഒരു പ്രഗ്നൻറ്റ് ലേഡിയുടെ ഒരു 35th വീക്കിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ദിസ് ഈസ് ഹൗ ഒരു 35th വീക്ക് ഓഫ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ കുറേ ബെനഫിറ്റ്സ് ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബട്ട് ഞാൻ മുമ്പൊന്നും പ്രഗ്നൻ്റ് ആയേ പിന്നെയാണ് ഞാൻ അതൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ബിക്കോസ് നമുക്ക് പ്രഗ്നൻസിയിൽ ഏറ്റവും മെയിനായിട്ടുള്ള എനിക്ക് പ്രശ്നം തോന്നിയിട്ടുള്ളത് ഡൈജഷൻ്റെ പ്രോബ്ലം. എന്ത് കഴിച്ചാലും ഗ്യാസ് കയറുക, ഡൈജഷൻ പ്രോപ്പറായിട്ട് നല്ലൊരു രീതിയിൽ നടക്കാതിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ നോർമലി നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞ ഒരു ആറിയ വെള്ളം കുടിക്കുക, മോർണിംഗ് കുടിക്കുക എന്ന് പറയുന്നത് നല്ലതാണ്. ബിക്കോസ് പോസിറ്റീവ് എനർജിക്കാണെങ്കിലും നല്ല ഒരു ഹാപ്പി മൈൻഡായിരിക്കും നമ്മൾ കുറച്ച് രാവിലെ തന്നെ എണീക്കുമ്പോൾ കുടിച്ചു കഴിഞ്ഞു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മേ ബി യു ക്യാൻ ഓൾസോ അത് ഫീൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നേരം ഒരുപാടായി. ബിക്കോസ് എനിക്ക് രാത്രി ഒന്നും അങ്ങനെ പ്രഗ്നൻസിയിൽ നമ്മൾ കുറേ പേർക്ക്, എല്ലാവരും എന്നൊന്നും പറയുന്നില്ല, കുറേ പേർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കും സ്ലീപ്പിംഗ് ഒരു ഇഷ്യൂ വരുന്നത്. എനിക്കും അത് ഞാൻ ബാക്ക് പെയിൻ അങ്ങനെ കുറേ കാര്യങ്ങളിൽ എനിക്കും അങ്ങനെ ഉറക്കം കിട്ടാറില്ല നല്ല രീതിക്ക്. അപ്പോൾ രാവിലെ ലേറ്റായിട്ടൊക്കെ എഴുന്നേൽക്കാറ്. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെയൊക്കെ വന്നിരിക്കും. ഈ മോർണിംഗ് ഒരു നേച്ചറിൻ്റെ കാറ്റും കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കും. മൈൻഡ് ഫുൾ ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന രീതിയിൽ ഫീൽ ഗുഡ്, പ്ലെസൻറ്റ് മൈൻഡായിരിക്കും. നെക്സ്റ്റ് ഇനി എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞു, ദെൻ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് നട്ട്സ് കഴിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. അടുക്കളയിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ നട്ട്സ് കഴിക്കണം തോന്നി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പോമഗ്രാനറ്റും ആൻഡ് കിവി എടുത്തിട്ടുണ്ട്. കിവി നല്ലതാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ കാര്യത്തിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. ബട്ട് ഒരെണ്ണമൊക്കെ ഡെയിലി ഞാൻ കഴിക്കാറുണ്ട്. അത് മോർണിംഗ് എന്നല്ല, എനിക്ക് എപ്പോൾ തോന്നുന്നു അപ്പം ഞാൻ കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും മോർണിംഗ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ പോമഗ്രാനറ്റ് എപ്പോഴും എനിക്കുള്ള എനിക്കെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നുണ്ട് മിക്കവർക്കും അതൊരു വെളുപ്പിന് എനിക്കൊരു 12-1 o'clock ആകുമ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പായിരിക്കും. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് തന്നെ പോമഗ്രാനറ്റൊക്കെ ശരിയാക്കിയൊരു പാത്രത്തിൽ എടുത്ത് വയ്ക്കും. അതിപ്പോൾ ഞാൻ നൈറ്റ് എനിക്ക് അങ്ങനെ വിശന്നില്ല എങ്കിൽ ഞാൻ പിറ്റേ ദിവസം അത് കഴിക്കും. സോ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ അതെടുത്തു. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ബദാമും കഴിക്കാൻ നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് നമ്മൾക്ക് കാഷ്യൂനട്ടൊക്കെ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടും. പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എന്ത് കഴിച്ചാലും, ഇപ്പം ഈവൻ പോമഗ്രാനറ്റ് ഓൾസോ, അതിൻ്റെ ഒരു സ്വീറ്റ്നെസ്, ഷുഗർ കണ്ടൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ബനാന അതേമാതിരിയൊക്കെ എൻ്റെ അടുത്ത് അവോയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങളും അങ്ങനെ ഒന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പരമാവധി കുറയ്ക്കുക. ബിക്കോസ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെങ്കിൽ അങ്ങനത്തെ A1 ഡയബറ്റീസ്, ഷുഗർ, അതിൻ്റെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ബട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രഗ്നൻസി ടൈമിൽ പെട്ടെന്ന് വരികയും ചെയ്യും, പെട്ടെന്ന് പോവുകയും ചെയ്യും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബട്ട് ചില ഷുഗർ അത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. സോ അത് ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാണ്. അതേമാതിരി തന്നെ കൊച്ചിനും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അത് നോർമൽ ഡെലിവറിക്ക് ആവാൻ അത് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. സോ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇപ്പം ഞാൻ 35th വീക്കായി, എനിക്ക് അത്ര കൺട്രോൾ ചെയ്താലും അത് മേ ബി അതൊന്നും നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, ദൈവത്തിൻ്റെ കയ്യിലാണ്. ബട്ട് എന്നാലും നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളെന്തായാലും ചെയ്യാം. സോ ഞാനത് കഴിച്ചിട്ട് വരാം.
ഇന്നിപ്പോൾ ഉള്ളിച്ചോറും പിക്കിളുമാണ്, നെല്ലിക്ക അച്ചാറുമാണ് കഴിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അമ്മ അത് ഉണ്ടാക്കി തരാറുണ്ട് പ്രഗ്നൻസി ടൈമിൽ. ബിക്കോസ് അത് നല്ല ഡൈജഷന് നല്ലതാണ്. അതേമാതിരി തന്നെ നമ്മുടെ മെറ്റബോളിസം, കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് എല്ലാത്തിനും നല്ലതാണ്. നെയ്യിലിട്ട് ഉള്ളി വഴറ്റിയിട്ട് ചോറ് തിളപ്പിച്ച് വാർത്ത ചോറെടുക്കുമ്പോൾ ഷുഗർ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് പറയുന്നതാണ്, എനിക്കറിയില്ല അത് ശരിയാണോ എന്നുള്ളത്. സോ നിങ്ങൾക്കും അങ്ങനെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതായത് സാധാ ചോറ് കഴിക്കുന്നേക്കാളും നല്ലത് നമ്മുടെ ബ്രൗൺ റൈസിൽ ഇതേമാതിരി ഉള്ളി അത്ര മൂപ്പിക്കാൻ പാടില്ല. ആൻഡ് ഓൾസോ ഇത് ഓയിലി അത്രയ്ക്കും പാടില്ല. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ഹെൽപ്സ് യു ഔട്ട്, ഗുഡായിരിക്കുമല്ലോ. സോ ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. കുളിയൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഡോക്ടറിൻ്റെ ചെക്കപ്പ് ഉണ്ട്. 35th വീക്കിൽ നമ്മുടെ ബേബിയുടെ ഗ്രോത്തിനെ മോണിറ്റർ ചെയ്യുന്ന 1 മാസം 2 പ്രാവശ്യം ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു 3rd കഴിഞ്ഞിരുന്നു. സോ ഇന്നാണ് ആ ഡേറ്റ് വന്നിരിക്കുന്നത്. ഇന്ന് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വൈകുന്നേരം എന്തായാലും പോകണം. അപ്പോൾ കുളിക്കാം, ബട്ട് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. മുഖം ആകെ ഇതായിപ്പോയി. അപ്പം സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് സാധാരണ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ബട്ട് ഇപ്പോൾ വന്ന മടി. അപ്പോൾ ഇപ്പോൾ ഇന്ന് എന്തായാലും പോകണതല്ലേ, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് ബാക്ക് ടു മൈ ഫേവറേറ്റ് പ്ലേസ്. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? ഡിസ്റ്റർബൻസ് ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫേസൊക്കെ ക്ലീൻ ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാണുന്നുണ്ടോ? 2% salicylamide anti-acne face wash. Benefits of 2% salicylamide face wash. Clears pimples and blackheads fast. Controls excess oil. Keeps skin fresh. Gentle exfoliation for smooth skin. Fades marks.
gives clear glowing look. ഒരു 1 month ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അധികം നമുക്ക് റഫായിട്ട് ലൈക്ക് എന്താ പറയുക ഡ്രൈ ആയിട്ടൊന്നും ഫേസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിതാണ് യൂസ് ചെയ്യാറ് ഈ പ്രഗ്നൻസി ടൈം തുടങ്ങിയിട്ട്. അതിന് മുമ്പ് വേറെ പല ഫേസ് വാഷും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നുണ്ട് മാറി മാറി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്കം കിട്ടില്ലല്ലോ. ബട്ട് ഇതെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇത്ര 8 months ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഔട്ട്കം നല്ല രീതിക്ക് വരുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, ബട്ട് ഓയിലി സ്കിന്നുള്ളവർ ഇത് ഷുവറായിട്ടൊന്ന് ട്രൈ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ എന്താ ഡ്രസ്സൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് 4 മണിക്ക് വണ്ടി പറഞ്ഞേക്കുന്നത്. 4:30 ഡോക്ടറിനെ കാണണം. നമ്മൾ ചാലക്കുടിയിലാണ് പോകുന്നത്. ഒരു 1/2 hour യാത്രയുണ്ട്. അപ്പോൾ നമുക്ക് റെഡിയാവാം. ഒരു ക്വിക്ക് റെഡി വിത്ത് മീൻ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കാം. കമാൺ. റെഡി ആയിട്ടുണ്ട്. അധികം മേക്കപ്പ് അതൊന്നുമില്ല. ജസ്റ്റ് സൺസ്ക്രീനും പിന്നെ ഐലൈനറും ലിപ്സ്റ്റിക്കും പൊട്ടും അത് മാത്രമേ ഉള്ളൂ. സോ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, തിരിച്ചെത്തി, ഫുഡൊക്കെ കഴിച്ചു, എല്ലാം സെറ്റായിട്ട് വന്നു. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു യെസ് ഹാർട്ട് ബീറ്റൊക്കെ കേട്ടു വാവയുടെ, എല്ലാം നോർമലാണ്, പേടിക്കാനൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ടൈമിൽ നമുക്കൊരു 23rd അടുത്ത ചെക്കപ്പും സ്കാനിങ്ങും വരുന്നതെന്നാണ് പറഞ്ഞത്. ആൻഡ് പിന്നെ ഞാൻ ചോദിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എക്സസൈസസ് അങ്ങനെ ചെയ്യാറില്ല. നോർമലി നമുക്കൊരു 7th month ഓൺവേർഡ്സ് എക്സസൈസസ് വേണം. ബട്ട് ഡോക്ടറും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് സജസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൺലി വാക്കിങ്, സ്റ്റെപ്പ് കയറുക, ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇന്ന് ഞാൻ ചെന്നപ്പോൾ എന്നാൽ ചോദിച്ചു, കാരണം നമുക്ക് ആവാറായല്ലോ ഡേറ്റ്. സോ അത് കാരണം കൊണ്ടിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് നോക്കി ചെയ്തോളൂ, അധികം പ്രയാസമുള്ളതൊന്നും ചെയ്യാതെ കുറച്ചായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളാനാണ് പറഞ്ഞത്. പിന്നെ എന്തായാലും നാളെ തുടങ്ങണം. ദെൻ ഡയറ്റ് പ്ലാൻ ഉണ്ട്, അതും തുടങ്ങണം നാളെ. എല്ലാം കൂടി ഇനിയിപ്പോൾ ലാസ്റ്റ് ആയല്ലോ, അതിൻ്റെ ഒരു ടൈമിൽ ഉണ്ടാവും എല്ലാവർക്കും അങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞ് തരണം ഡോക്ടേഴ്സ്. ബട്ട് എനിക്കറിയില്ല എങ്ങനെയായിരിക്കുന്നു. ബട്ട് ഇപ്പം ഇന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അത് അങ്ങനെ. പിന്നെ ഷുഗർ ടെസ്റ്റും ഉണ്ട്. ഷുഗർ ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടെസ്റ്റും കൂടെ 23 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി. സോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച നേരം കൊണ്ടിട്ട് ഇനിയിപ്പോൾ കിടന്നുറക്കം തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഇതാണ് എൻ്റെ ഒരു 35th week ഓഫ് പ്രഗ്നൻസിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി അടുത്ത വീഡിയോസിൽ കാണാം. അതുവരേക്കും ബൈ.